സാറ്റർഡേ സ്പെഷ്യൽ ദിവസം ഒരാഘോഷം എന്ന് പറഞ്ഞാല് നമ്മുടെ എബിക്കുട്ടന്റെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പൊ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങള് എബിക്കുട്ടന്റെ ഡാൻസ് കാണാൻ വേണ്ടി പോവുക. ഫസ്റ്റ് ആണ് അവൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ചെറിയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് വലിയ സ്റ്റേജിൽ ഞങ്ങളുടെ മോൻ ഡാൻസ് കളിക്കുവല്ലേ നോക്കിക്കുട്ട? ഏത് ഡാൻസ് ആന്ന് കളിച്ച് കാണിച്ചു കൊടുത്തേ? ടപ്പ് ടപ്പ് ഒന്ന് കളിച്ചേ. ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടല്ലേ, ടപ്പ് ടപ്പ് മുട്ടായി എന്ന് പറഞ്ഞ ആ ഡാൻസ് ആണ് ഞങ്ങളുടെ മോൻ കളിക്കുന്നത്. അപ്പൊ ഇൻട്രോ ആദ്യമേ എടുത്തു വെച്ചു, കാരണം ഇനി ഇറങ്ങാൻ നേരത്തെ തിരക്കാണ്, എല്ലാരും ഒന്നിച്ച് കിട്ടിയില്ലെങ്കിലോ. ഇനി നമുക്ക് എൽസി മമ്മിയോടും അമ്മണി മമ്മിയോടും എന്നെയും ചേട്ടായിനെയും ബീനെയും ഉണ്ണീനെയും ഒക്കെ ആദ്യമായിട്ട് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരുക്കി വിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ? അപ്പൊ നമ്മുടെ എബിക്കുട്ടന്റെ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും വീഡിയോ ഓഫ് ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളില് ആനുവൽ ഡേ ആണ്. എനിക്ക് ഇതെന്റെ ഡാൻസ് ഉണ്ട്. കളിക്കണോ? എനിക്ക് ഡാൻസ് ഉണ്ട്. ഞാൻ സ്കൂളില് ആനുവൽ ഡേ ആണ്, അപ്പൊ ഞാൻ ഡാൻസ് കളിക്കാൻ പോവാ. താങ്ക് യു. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ടീച്ചേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, മമ്മിമാര് രണ്ടുപേരും. മമ്മി, ഞാൻ ചോദിക്കുന്നതിനുള്ള ആൻസർ പറയണം. ഇന്ന് എന്നെയും ചേട്ടായിനെയും സംബന്ധിച്ച് ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്, കാരണം നമ്മുടെ എബിക്കുട്ടൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കാണാൻ പോകുന്നു. അതുപോലെ നിങ്ങൾക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെയോ ചേട്ടായിനെയോ മമ്മീനെയോ ഉണ്ണിയോ ബിറ്റോ ചേട്ടനെയൊക്കെ ഒരുക്കി സ്റ്റേജിലേക്ക് കയറ്റിവിട്ട ആ ഒരു നല്ലൊരു നിമിഷമല്ലേ, അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയൂ. മമ്മി പറ, ആദ്യം എൽസി മമ്മി പറ. ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത്, ടിറ്റോ നഴ്സറി പഠിക്കുന്ന സമയത്ത് ഇതേ അവന് ഒപ്പനയ്ക്കായിരുന്നു കൂടിയത്. എന്നിട്ട് കുഞ്ഞി തൊപ്പിയൊക്കെ വെച്ച് ഫുൾ കൈ ഉടുപ്പൊക്കെ ഇട്ട് നല്ല മുണ്ടൊക്കെ ഉടുത്ത് കളിക്കാൻ പോയി. കളിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം കളിക്കുകയൊക്കെ ചെയ്തു. കളിച്ചിട്ട് സമ്മാനത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ നിൽക്കുക ഒരു സൈഡിൽ പോയിട്ട്. ആ സൈഡിൽ പോയി നിൽക്കുമ്പോൾ എന്നിട്ട് ഓടിപ്പോയി പപ്പ പോയി എടുത്തുകൊണ്ടുപോയി സമ്മാനം മേടിച്ച് കൊടുത്തു. അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. വരുന്നുണ്ട്. പിന്നെ എങ്ങനെ കളിച്ചു? തെറ്റിച്ചോ? നല്ല വൃത്തിക്ക് കളിച്ചു. അന്ന് ചേട്ടയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 4 വയസ്സ്. പിന്നെ നമ്മുടെ ബിറ്റോ ചേട്ടന്റെ കാര്യം? ബിറ്റോ ചേട്ടന്റെ അംഗൻവാടി പഠിക്കുമ്പം ഒരു പിന്നെ ചിത്രരചന മത്സരത്തിന് വെള്ളിക്കൊത്ത് പിന്നെ അംഗൻവാടിയിൽ മത്സരത്തിന് ഉണ്ടായിരുന്നു. ആ കൊണ്ടുപോയിട്ട് കുറെ സമയം വരച്ച് ലാസ്റ്റ് വരുമ്പോ കോഴിക്ക് കണ്ണ് വരയ്ക്കാനുണ്ടായിരുന്നു. ഒരു പക്ഷിയിലെ വരച്ചിട്ട് അതിന് കണ്ണ് വരച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ കണ്ണും കൂടെ വരച്ചു നമുക്ക് പോകാം. അന്നേരം ഇവൻ പറയാ, അത് മനസ്സിലായില്ലേ, കോഴിയാന്നെ മനസ്സിലാവും, അതുകൊണ്ട് ഇനി അതിന് കണ്ണില്ല കുഴപ്പമില്ല പറഞ്ഞിട്ട് കണ്ണ് വരയ്ക്കാന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞ് പറയുമ്പോഴും മമ്മിയുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? അതും കൂടെ ഇനി ഇത് എൻ്റെ ടീച്ചറാട്ടോ. ഞാൻ എല്ലാ വർഷവും തന്നെ സ്കൂളിലും പള്ളിയിലും ഡാൻസ് കളിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം മാത്രമേ ടീച്ചറിനെ വെച്ച്, അത് ആ എളിമ കണ്ടോ തലയെ കുനിച്ചിരിക്കുന്നത്, 1-2 വർഷം മാത്രമേ ഞാൻ ടീച്ചറിനെ വെച്ച് പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർഷവും എന്നെ ഡാൻസ് പഠിപ്പിച്ചേക്കുന്ന എൻ്റെ മമ്മിയാണ്. എൻ്റെ മേക്കപ്പ് മാനും ഡാൻസ് ടീച്ചറും എല്ലാം മമ്മി തന്നെ. അപ്പം മമ്മി പറയൂ, ആദ്യം എൻ്റെ കാര്യം പറ. ആദ്യം എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ നീ കളിക്കുന്നേക്കാളും കൂടുതൽ ഞാനാണ് അതിന് ഇറങ്ങുമ്പോഴത്തേനും എനിക്ക് തന്നെ വല്ല അറ്റാക്കോ മറ്റോ വരുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ആ കളിയാണ് ഇപ്പൊ നീ കളിച്ചോണ്ടിരിക്കുന്നത്. കൊച്ചിനെ ഒരുക്കി വിടുമ്പോഴും
അല്ല നമ്മുടെ ഒരു എന്തെന്നാ അത് പറയാൻ നമുക്ക് അറിയൂല. സന്തോഷമല്ല. കരയുന്നു ഗൈസ്, ഞാനും കരയുന്നു, മമ്മി. അങ്ങനെയല്ല, അത് നമ്മള് കുട്ടികൾ അങ്ങനെയൊക്കെ. അതെ അതെ അതെ, ഭയങ്കര ഒരു ഫീൽ അല്ലേ ശരിക്കും. എനിക്കറിയാത്തത് എന്റെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഇത്. അത് രണ്ടാളും നല്ലോണം എല്ലാം കളിച്ചു. ഇപ്പോഴും ഈ തടിച്ചിനെ ഞാൻ കളിപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പൊ അവരമ്മായിന്റെ മരുമകളും കളിക്കാൻ ഞാൻ തന്നെയാണ് കൂടുതൽ പറഞ്ഞവരെ ഇതാക്കുന്നത്. എപ്പോഴും കളിക്കണം. ഞങ്ങളുടെ ഡാൻസിന് വരുമല്ലേ അമ്മി? അവരൊരു കഴിവ് കാണിക്കുക. എന്നിട്ട് പറ, എന്റെ ആദ്യത്തെ ഡാൻസ് എങ്ങനെ ഞാൻ കളിച്ചോ നല്ലോണം അതോ തെറ്റിച്ചോ? നല്ലോണം കളിച്ചു. ഭയങ്കര, അതെങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും കയ്യടി കിട്ടിയ ഡാൻസുകൾ. അത് കുഞ്ഞല്ലേ, അതുകൊണ്ടായിരിക്കും. കുഞ്ഞ് 3 വയസ്സ്. പിന്നെ കളിച്ചത്രയും +2 വരെയുള്ളത് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായി കളിച്ചു. സമ്മാനവും വായിക്കൂട്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിന്നെ, നീ ഇപ്പൊ കളിക്കുന്ന ഇത് കാണുമ്പോ ഞാൻ നിന്നെ വിടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒരു നമുക്കൊരു അതെ അതെ. പിന്നെ കോളേജിൽ നിന്ന് കളിച്ചത് സൗമ്യ ചേച്ചി പഠിപ്പിച്ചിട്ട് ഡാൻസ്. പിന്നെ ഇപ്പൊ കളിച്ചത് മമ്മി കണ്ടില്ല. പള്ളിയിൽ നിന്ന് കളിച്ചത് ഞാനും ചിന്നുവും കൂടെ കളിച്ചു. അത് ഞങ്ങള് കളിക്കാൻ പറ്റുന്നതല്ല. അത് ചിലവർക്ക് സ്റ്റേജൊന്നും കാണുമ്പം ഒരു ഇതില്ല. നമുക്കൊന്നും ജീവിതത്തില് പറ്റൂല. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ കളിപ്പിക്കുന്നു. അത് തന്നെ. ഇനി അത് തടിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊന്നും ഒരു നോട്ടം ഇല്ലാതെ എന്റെ മോള് എവിടെ ഒരു നാണമില്ലാതെ കളിക്കുന്നതിന് അവളോട് ഞാൻ പറയാറില്ല. ഇതൊക്കെ ആദ്യമായിട്ട് എപ്പോഴും ഞാൻ നിന്റെ കാര്യം നിന്നോട് പറയുന്നില്ല, മറ്റുള്ളവരോട് പറയുന്നുണ്ട്. നാണമില്ല. സന്തോഷിക്കാൻ പോണാണ്, കരയാൻ പോകുന്നത് അല്ല. അതൊരു സന്തോഷമല്ലേ. അതുപോലെ കൊച്ചും അങ്ങനെ ആകണം. നാണമൊന്നുമില്ലാതെ കളിക്കണമെന്നുള്ളത്. മത്സര ബുദ്ധി വേണം. നമ്മള് ജയിക്കോ ഇല്ലയോ എന്ന് ഉള്ളതല്ല, പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് അല്ലേ. അപ്പോൾ അതേപോലെ അവിടെ അനിയനും അങ്ങനെ ഇവളെ പോലെ കയറുകയല്ല. പക്ഷെ കളിച്ച് സമ്മാനം എല്ലാം വിളിച്ചു പറയുമ്പോഴായിരിക്കും നമ്മളറിയാം. അത് ശരിയാ. അവൻ ആരോടും പറയില്ല, നമ്മൾ പഠിപ്പിക്കുന്നത് തൊട്ട് കളിക്കില്ല. അവനിനി ഡിഗ്രിക്കും PGക്കും ഇനി എന്ത് ക്ലാസ്സോ റാങ്കോ കിട്ടിയാൽ പോലും നമ്മൾ അറിയൂല. അവനത് കിട്ടി വല്ല മെഡലോ ട്രോഫിയോ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആയിരിക്കും നമ്മൾ അറിയുന്നത്. അവൻ അങ്ങനെ ആരോടും പറഞ്ഞു നടക്കില്ല. അതൊരു വേറെ ആള്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടായി ഇപ്പം ഞാനും ചേട്ടായി ആദ്യമായിട്ട്, ചേട്ടായി വന്നിരിക്കേ വാ, ഞാനും ചേട്ടായി ആദ്യമായിട്ടേ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയില്ലേ. എന്നിട്ട് അവിടെ ആക്കിയിട്ട് അവൻ കരഞ്ഞിട്ട് വരുമ്പോ ഞങ്ങൾ രണ്ടും കരഞ്ഞു. അയ്യോ സങ്കടം വരുന്നു. ഞങ്ങൾ രണ്ടും കരഞ്ഞിട്ടാ വന്നേ. അത് പൊട്ടിക്കരഞ്ഞതല്ല, കണ്ണ് നിറയുമല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ മനസ്സിൽ ദൈവമേ അവൻ കളിക്കുന്ന കാണുമ്പോ എന്തായിരിക്കും ആ ഒരു ഫസ്റ്റ് ഫീലിങ്സ്. അങ്ങനെയൊന്നും ഇല്ലേ മനുഷ്യ? ഹലോ, അങ്ങനൊന്നും ഇല്ലേ? അവനും ഒരു ടെൻഷനും ഇല്ല. ഞാൻ അവനോട് പറഞ്ഞേ, പിന്നെ പേടിക്കണ്ട മോനെ, കൊറേ പേരൊക്കെ ഉണ്ടാവും. അതിനെന്താ അമ്മേ എന്നാ ചോദിച്ചേ. അവിടെ ഇരി, ഒഴിഞ്ഞു മാറാതെ വീഡിയോ. അതെ, അത് നമുക്കൊരു പ്രൗഡ് മൂമെന്റ് അല്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടയ്ക്ക് വേറെന്താ പറയാനുള്ള? മകനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയൂ. ഈ ചേട്ടായി വീഡിയോയ്ക്ക് നിൽക്കുന്നില്ലല്ലോ, ഓടി ഓടി കളയുന്നു. ഇരി എവിടെയെങ്കിലും. ഇനി പറ. വായില് മുട്ടായി ഇട്ട് കുഞ്ഞു പിള്ളേർ ഇരിക്കുന്ന പോലെ. എന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. നല്ല പരിപാടിയുടെ ഇടയിൽ നല്ല മഴ തുടങ്ങി. രാവിലെ മുതൽ മഴയാ. കൊച്ചും ചേട്ടായും പോയി. ആ സമയമാകുമ്പോൾ മഴയൊക്കെ മാറിയാൽ മതിയായിരുന്നല്ലേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കൊച്ചിൻ്റെ ഡാൻസും കൂടെ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
celebrate our cultural event to motivate and inspire the young minds to showcase their talents. This is forward in the bygone academic year. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന Welcome to all the distinguished ones, parents who have എബിക്കുട്ടൻ്റെ ഡാൻസ് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ അവനെ കണ്ടില്ല. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ മോൻ. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല അടിപൊളിയായിട്ട് ടപ്പ് ടപ്പ് മുട്ടായി ഡാൻസ് കളിച്ചു അല്ലേ എബിക്കുട്ട? എബിക്കുട്ടൻ എന്താ ഫീൽ ചെയ്ത് ഡാൻസ് ചെയ്തപ്പോൾ? എനിക്ക് പിന്നെയും പിന്നെ ആനുവൽ ഡേ ആവണമെന്നോ? അത് ഭയങ്കരമാണല്ലോ. അപ്പം നമുക്ക് പഠിക്കണ്ടേ? അങ്ങനെ ഡാൻസൊക്കെ ഞാൻ സ്പീഡിൽ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു. അതിനിടയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ എബിയുടെ ഫ്രണ്ട് ജോഷുവ കളിച്ച ഡാൻസാണ്. ഇതേ ആ സ്പെക്സ് വെച്ച കുട്ടിയാണ് ജോഷുവ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എബിക്കുട്ടൻ വന്നു. പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയേണ്ടിയേ വന്നിട്ടില്ല കേട്ടോ. ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചതും അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് റെഡിയാക്കിയതും മേക്കപ്പും സകലമാന കാര്യങ്ങളും കുട്ടികളുടേത് ടീച്ചേഴ്സും അവിടെയുള്ള ബാക്കിയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫും അങ്ങനെ PTA മെമ്പേഴ്സും അങ്ങനെ എല്ലാവരും കൂടെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ എബിക്കുട്ടനെ കണ്ടൊരു ഉമ്മ കൊടുത്തപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. അത്രത്തോളം എനിക്ക് മനസ്സ് നിറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകം പറയാനുണ്ടായിരുന്നത് ഓരോ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസിനെ കുറിച്ചാണ്. നല്ല കിടിലൻ കോസ്റ്റ്യൂംസ് ആയിരുന്നു. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത രീതിയും ഒരു ലാഗ് അടിപ്പിക്കാതെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ പെർഫോമൻസും. അങ്ങനെ ഒരു 10:45 ആയപ്പോഴത്തേനും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. താങ്ക് യു, എല്ലാവർക്കും താങ്ക്സ്.